ഹായ്, വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി V5 എന്ന ഫോണിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. അപ്പോൾ എന്താണ് ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വില കുറഞ്ഞ സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു ഫോണാണിത്. 5G ഉൾപ്പെടുന്ന ഒരു ഫോണാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഫോൺ ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല. ഓഗസ്റ്റ് 3-ാം തീയതി ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ചൈനയിലെ റേറ്റ് വെച്ച് നോക്കുമ്പോഴാണ് ഇവിടെ ഏകദേശം ഇതിൻ്റെ 6GB RAM വേരിയൻറ്റിന് 16,000 രൂപ വരുന്നത്. പിന്നെ ഇതിൻ്റെ 8GB RAM വേരിയൻ്റാണ് വരുന്നത്. അതിന് ഏകദേശം 22,000 രൂപയാണ് കമ്പനി പറയുന്നത്. അത് ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് മാറ്റങ്ങളുണ്ടാവാം. പിന്നെ നമ്മളിപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഒരു ചൈനീസ് വിരുദ്ധ മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അത് എത്രത്തോളം ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ ബാധിക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പോഴാദ്യമായിട്ട് ഈ ഒരു ഫോണിൻ്റെ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് ഈ ഫോൺ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബോഡി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തൽക്കാലം കമ്പനി പുറത്തുവിട്ടിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ബാക്ക് ഭാഗം കണ്ടിട്ട് ഗ്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട്, കൃത്യമായിട്ട് ഉറപ്പില്ല. എന്തൊക്കെയാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്, ഒരു ഗ്ലോസി ടൈപ്പ് ഡിസൈനാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ക്യാമറയാണ്. പിൻഭാഗത്ത് 4 ക്യാമറകൾ ഇപ്പോൾ ഐഫോണിലും സാംസങ്ങിലൊക്കെ വരുന്ന പോലെ തന്നെ ആ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് 4 ക്യാമറകൾ. പിന്നെ ഡിസ്പ്ലേ പഞ്ച് ഹോൾ ടൈപ്പ് ഡിസ്പ്ലേ ആണ്. സിംഗിൾ സെൽഫി ക്യാമറയ്ക്കുള്ള ഒരു പഞ്ച് ഹോൾ ടൈപ്പ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് സൈഡിലാണ്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നെറ്റ്വർക്കിൻ്റെ കാര്യം 3G 4G 5G വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഓഗസ്റ്റ് 3-ാം തീയതി ആയിരുന്നു. ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിലില്ല, ഒരിക്കൽ കൂടെ പറയുന്നു. പക്ഷേ ഗൾഫിലുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഈ ഫോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോൾ 6.5 ഇഞ്ചാണ് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ്. 83.5 സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഒരു ഡിസ്പ്ലേക്ക് ഉണ്ട്. 405 PPI ഡെൻസിറ്റിയിലുള്ള 1080p റെസൊല്യൂഷനിൽ വരുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൊസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, MediaTekൻ്റെ Dimensity 720 5G എന്ന 7 നാനോമീറ്റർ ടെക്നോളജിയിലുള്ള പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ Android 10 ആയിരിക്കും ഈ ഒരു ഫോണിൽ ആദ്യം അവൈലബിൾ ആയിരിക്കുക. തുടർന്ന് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. ഇനി നമ്മൾ മെമ്മറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 6GB RAM 128GB, അതുപോലെ 8GB RAM 256GB, അങ്ങനെ 2 വേരിയൻ്റാണ് വരുന്നത്. പിന്നെ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ സിം കാർഡ് 2 എന്നത് ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ്. അപ്പോൾ യൂസർക്ക് തീരുമാനിക്കാം അവിടെ ഒരു സിം കാർഡ് വേണോ അതല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് വേണോ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് UFS 2.1 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പിൻഭാഗത്തെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാഡ് ക്യാമറയാണ്. 4 ക്യാമറയാണ്. 48 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ, 1.8 അപ്പേർച്ചറുള്ളത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ 2.3 അപ്പേർച്ചറുള്ളത്. അതൊരു അൾട്രാ വൈഡ് ക്യാമറയാണ്. ആദ്യം പറഞ്ഞ 48 മെഗാ പിക്സൽ ഒരു വൈഡ് ക്യാമറയാണ്. പിന്നെ 2 മെഗാ പിക്സൽ 2.4 അതൊരു മാക്രോ ക്യാമറയാണ്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ 2.4 അപ്പേർച്ചറുള്ള ഒരു ഡെപ്ത് സെൻസറും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ് പിൻഭാഗത്ത് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നത് സെൽഫി ക്യാമറയായിട്ട് വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പിഞ്ച് ഹോൾ ഡിസ്പ്ലേയിലാണ് ഈ ഒരു ക്യാമറ വരുന്നത്. ഇത് 16 മെഗാ പിക്സലുള്ളതാണ്. 2.1 അപ്പേർച്ചറിൽ 26 mm വൈഡായിട്ടുള്ള ഒരു സെൻസറാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു യൂസറുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം, ഇതിൽ 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 120 ഫ്രെയിം പെർ സെക്കൻഡിലുള്ള സ്ലോ മോഷൻ വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് ഗൈറോസ്കോപ്പ് ഉള്ളതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു EISഉം ഈ ഒരു ക്യാമറയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ക്യാമറ കൊണ്ട് സാധിക്കുന്നതാണ്. അടുത്തതായിട്ടൊരു യൂസറുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം, ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ, അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണെന്നുള്ളതാണ്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5000 mAh ആണ്. ലിഥിയം പോളിമർ ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് 30 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 മണിക്കൂർ 5 മിനിറ്റിനുള്ളിൽ ഇത് പൂർണ്ണമായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലഭ്യമാവുന്ന ഏറ്റവും വില കുറവുള്ള ഒരു 5G സ്മാർട്ട് ഫോൺ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു മിഡ് റേഞ്ച് ഫോണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു 16,000 19,000 ലെവലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മിഡ് റേഞ്ച് ആ ഒരു വില വരുന്ന ഫോണുകളാണ്. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച്, ഈ ഫോൺ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് വാങ്ങാൻ കൂടുതൽ ആളുകൾ ഉണ്ടാകുമോ? അതുപോലെ തന്നെ റിയൽമി ബ്രാൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ബൈ.